ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റഡി ബൈ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSIR UGC നെറ്റ് എക്സാമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ UGC നെറ്റും CSIR UGC നെറ്റും സെയിം ആണോ എന്നുള്ള കാര്യത്തിലാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത്. എൻ്റർലി അത് രണ്ടെണ്ണം ഡിഫറെന്റ് ആണ്. UGC നെറ്റ് നടത്തപ്പെടുന്നത് ആർട്സ് സബ്ജക്റ്റ് ലൈക്ക് MA ഇംഗ്ലീഷ്, MA മലയാളം അങ്ങനെയുള്ള സബ്ജക്റ്റിനാണ് UGC നെറ്റ് നടത്തപ്പെടുന്നത്. CSIR UGC നെറ്റ് നടത്തപ്പെടുന്നത് ലൈക്ക് കെമിസ്ട്രി എടുത്ത സ്റ്റുഡൻസ്, ഫിസിക്സ് എടുത്ത സ്റ്റുഡൻസ്, എർത്ത് സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ് ആ സബ്ജക്റ്റ് എടുത്ത സ്റ്റുഡൻസ് ഒക്കെ എഴുതുന്ന എക്സാം ആണ് CSIR UGC നെറ്റ് എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ്ലി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനുള്ള എക്സാം ആണ്. അപ്പൊ ഇതിനകത്ത് 5 സബ്ജക്റ്റ് ആണ് അതിനകത്ത് വരുന്നത്: ലൈഫ് സയൻസ്, കെമിക്കൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, എർത്ത് സയൻസ്, മാത്തമാറ്റിക്കൽ സയൻസ്. അപ്പം ഇതിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഈ CSIR UGC നെറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. UGC നെറ്റ് ആയാലും CSIR നെറ്റിന്റെ ആയാലും ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഡിഫറെന്റ് ഡേറ്റിലാണ്, എക്സാംസ് വരുന്നതും ഡിഫറെന്റ് ഡേറ്റിൽ തന്നെയായിരിക്കും. കാരണം പല സൈറ്റുകളും പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഈ ഒരു കേസിലാണ്. അതായത് ഇപ്പൊ UGCയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ പലരും CSIRയുടെ റിസൾട്ട് ആണെന്ന് പറഞ്ഞ് അതിന്റെ പുറകിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അടുത്തത്, ഈ ഒരു എക്സാം നമുക്ക് അറ്റ് എ ഇയർ എത്ര വട്ടം എഴുതാം? ഒരു ഇയറിൽ ഈ എക്സാം 2 വട്ടമാണ് വരുന്നത്. ഒന്ന് ജൂണും അടുത്തൊരു സെക്ഷൻ ഡിസംബറിലുമാണ് വരുന്നത്. ഇനി ആരൊക്കെയാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഈ എക്സാം? മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള സ്റ്റുഡൻസിനാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കറന്റ് മാസ്റ്റേഴ്സ് എടുക്കുന്ന, അതായത് സെക്കൻഡ് ഇയർ ആകുമ്പോൾ തന്നെ അവർക്ക് റിസൾട്ട് അവൈറ്റഡ് എന്നൊരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാം എഴുതിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി മോഡ് ഓഫ് എക്സാം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ് നടത്തപ്പെടുന്നത്. ഇനി ഈ എക്സാമിൽ നിന്നും സ്റ്റുഡൻസ് എന്തിനൊക്കെ വേണ്ടിയാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് JRF ലഭിക്കാനും, ലെക്ചർഷിപ്പ് ലഭിക്കാനും, PhD ലഭിക്കാനുമാണ്, അഡ്മിഷൻ ലഭിക്കാനുമാണ് അവർ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. എന്താണ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നോക്കാം. അതായത് സ്റ്റൈഫൻഡോട് തന്നെ സ്റ്റുഡൻസിന് PhD കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നതാണ്. PhD ടോട്ടലി 5 years ആണ് വരുന്നത്. ആദ്യത്തെ 2 ഇയറിനെ നമ്മൾ JRF എന്നാണ് അറിയപ്പെടുന്നത്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നാണ്. മന്ത്ലി അവർക്ക് ഈ 2 ഇയറിലും മന്ത്ലി അവർക്ക് 37,000 വെച്ചാണ് ലഭിക്കുന്നത്. ബാലൻസ് വരുന്ന 3 ഇയറിൽ നമ്മൾ വിളിക്കുന്നത് സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്നാണ്. അപ്പോൾ അവരുടെ സ്റ്റൈഫൻഡ് എമൗണ്ട് മന്ത്ലി എന്ന് പറഞ്ഞാൽ 42,000 ആണ് പെർ മന്ത് അവർക്ക് ലഭിക്കുന്നത് ഈ 3 ഇയേഴ്സിൽ. അടുത്തയാണ് LSA. LSA എന്ന് പറഞ്ഞാൽ ലെക്ചർഷിപ്പ് ആണ്. അതായത് ഇപ്പം ക്വാളിഫൈ ആവുന്ന സ്റ്റുഡൻസിന് കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കണമെങ്കിൽ അവർ ബേസിക് ക്വാളിഫിക്കേഷൻ ആണ് LSA. അതാണ് LSA ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈം ഓഫ് ദ എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് 3 hours ആയിരിക്കും എക്സാമിന്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടോട്ടൽ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ടോട്ടലി 145 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അതിൽ നമുക്ക് 75 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് നോക്കാം എത്ര പാർട്സ് ആണല്ലോ ഈ എക്സാം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ എക്സാമിൽ നമുക്ക് A പാർട്ട് ഉണ്ട്, B പാർട്ട് ഉണ്ട്, C പാർട്ട് ഉണ്ട്. A പാർട്ടിൽ ടോട്ടലി 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. അതിൽ 15 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് A പാർട്ടിൽ തന്നെ 2 മാർക്ക് ഈച്ച് ആയിരിക്കും ഓരോ ക്വസ്റ്റിലും. സോ 30 മാർക്സ് ആയിരിക്കും A പാർട്ടിലെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. B പാർട്ടിൽ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത്. അതിന് 35 ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അതിലും ഓരോ ക്വസ്റ്റിനും 2 മാർക്സ് ഈച്ച് ആണ് പോസിറ്റീവ് മാർക്ക്. അപ്പൊ ടോട്ടലി 17 മാർക്സ് ആണ് അവിടെ കിട്ടുന്നത്. C പാർട്ടിൽ ടോട്ടൽ 75 ക്വസ്റ്റ്യൻ ആണ്. അതിന് 25 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. C പാർട്ടിന് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ കറക്റ്റ് ആക്കുമ്പോൾ നമുക്ക് 4 മാർക്സ് വെച്ചാണ് കിട്ടുന്നത്. അങ്ങനെ ടോട്ടൽ ആ പാർട്ട് തന്നെ 100 മാർക്സ് ആണ് സ്കോറിംഗ് പാർട്ട് എന്ന് പറയുന്നത്. സോ എപ്പോഴും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും സ്കോറിംഗ് പാർട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് C ആണ് ഏറ്റവും സ്കോറിംഗ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോസിറ്റീവ് മാർക്സിനെ കുറിച്ചും നെഗറ്റീവ് മാർക്സിനെ കുറിച്ചും പറയാം. പോസിറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A പാർട്ട്, B പാർട്ട് ഇതിനകത്ത് ഓരോ ക്വസ്റ്റ്യനും ശരിയാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 2 മാർക്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. C പാർട്ടിനകത്ത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ശരിയാക്കുമ്പോഴും നമുക്ക് 4 മാർക്സ് ആണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് നെഗറ്റീവ് മാർക്കിലേക്ക് നോക്കാം. A പാർട്ടിലും B പാർട്ടിലും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ തെറ്റിക്കുമ്പോഴും നമുക്ക് 0.5 മാർക്ക്, അതായത് അര മാർക്ക് വെച്ചാണ് കുറയുന്നത്. ഇനി നമ്മൾ C പാർട്ടിലാണ് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ മാർക്ക് വെച്ചായിരിക്കും നമ്മൾ നേടിയെടുത്ത മാർക്കിൽ നിന്ന് കുറയുന്നത്. ഓക്കെ, അപ്പം ദിസ് ഈസ് ഓൾ അബൌട്ട് CSIR UGC നെറ്റ് എക്സാംസ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ സിലബസിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു.